ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അയിലയാണ് കേട്ടോ കറി. അയില ഒന്ന് കറി വയ്ക്കാം. അപ്പൊ നമുക്ക് അയില നന്നായി വെട്ടിക്കഴുകി തേച്ച് കഴുകി എടുക്കുക. അത്ര വലിയ അയിലയൊന്നുമല്ല, ചെറിയ അയിലയാണ്. അപ്പൊ നമ്മള് അയില വെട്ടിക്കഴുകി എടുത്തു കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരരപ്പുണ്ടാക്കണം. അപ്പൊ നമ്മള് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് തേങ്ങ ചേർക്കണുള്ളൂ കേട്ടോ. അപ്പൊ ഒരു വലിയ ടീസ്പൂണിന് ഒരു 3 ടീസ്പൂണ് തേങ്ങ ഉണ്ടാവും അത്. അപ്പൊ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. അപ്പൊ അയിലേക്ക് എല്ലാവർക്കും കറി വെക്കാനൊക്കെ അറിയായിരിക്കും. നമ്മൾ വെക്കുമ്പോൾ കാണിക്കണു. അപ്പൊ അതിന്റെ അളവും കൂടി പറയണമെന്ന് മാത്രം കേട്ടോ. ഇനി നമുക്കത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് അരയ്ക്കാനുള്ള വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് 2 ചെറിയ ഉള്ളി ചേർക്കുക. അപ്പൊ നമ്മള് ഇത് അരച്ചെടുത്തു കേട്ടോ. നമുക്ക് അരപ്പ് ഇതിലേക്ക് മാറ്റാം. ഇതിലാണ് മീൻകറി വെക്കണത്. നമുക്കിതിലേക്ക് വലിയൊരു തക്കാളി ചേർക്കാം. പിന്നെ കറിവേപ്പില ചേർക്കാം. 2 പച്ചമുളക് ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. ഇത് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പൊ നമ്മൾ കല്ലുപ്പാണ് ചേർക്കണേ. ചേർക്കുമ്പോൾ നോക്കണം, പെട്ടെന്ന് ഉപ്പ് കൂടും. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. കറി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്കിനി അയില ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വെട്ടിക്കഴുകി വെച്ച അയില ഒരയിലേനെ 2ആക്കാനുള്ളൂ. ചെറിയ അയിലാണ്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. കറി തിളച്ചു. കറക്റ്റ് സമയം കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അയിലക്കറിയൊക്കെ ഇപ്പം എല്ലാവർക്കും വയ്ക്കാനൊക്കെ അറിയും. അപ്പം ഞാൻ അയില ഇന്ന് ഇവിടെ കറി വെച്ചപ്പോൾ അത് കാണിച്ചതാണ്. പല ഇതിലും കറി വെക്കാം കേട്ടോ. ഇതിപ്പോൾ തേങ്ങ കുറച്ചാണ് നമ്മൾ കറിക്കെടുത്തത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചട്ടി എടുത്ത് ചുറ്റിച്ച് വെച്ചാലും മതി. ഞാനിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഉപ്പിട്ടോ നോക്കാം നമുക്ക്. ഉപ്പ് കുറച്ച് കുറവുണ്ട്. കുറച്ച് കല്ലുപ്പും കൂടി ഇടാം. ഒരു 15 മിനിറ്റ് ഇങ്ങനെ സിമ്മിൽ ഇട്ടിട്ട്, മീഡിയം സിമ്മിൽ ഇട്ടിട്ട് നമുക്ക് പിന്നെ വറ്റിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത്തിരി സിമ്മിൽ ഇടാം, എന്നിട്ട് അടച്ച് വയ്ക്കാം. അപ്പൊ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചുറ്റിച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ചട്ടി. നമ്മുടെ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വറുത്തിടാം നമുക്ക്. സ്റ്റൗ കത്തിച്ചു കൊടുക്കുക, ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ. അത് വെച്ചിരിക്കുക. ഉള്ളി മുപ്പിച്ചിട്ട കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചി ഉണ്ടാവും. നമ്മുടെ ഉള്ളി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് എടുത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ അയിലക്കറി. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാറൊക്കെ പാകത്തിന്. നമ്മുടെ അയിലക്കറി ഇതാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.